ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ വെട്ടിമാറ്റിയ ഭാഗങ്ങൾ പുറത്തുവിടുന്നതിൽ തീരുമാനം നാളെ. വിവരാവകാശ കമ്മീഷനാണ് തീരുമാനം പറയുക. സർക്കാർ ആദ്യം നൽകാമെന്ന് പറഞ്ഞതിൽ 11 ഖണ്ഡികകൾ മുന്നറിയിപ്പില്ലാതെ തടഞ്ഞുവെച്ചിരുന്നു. ഇത് ചോദ്യം ചെയ്താണ് അപേക്ഷകർ വിവരാവകാശ കമ്മീഷനെ സമീപിച്ചത്. ശാലിനി ചേർന്നുണ്ട്. ശാലിനി, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു, നീണ്ട വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ 5 വർഷങ്ങൾ ആയി സർക്കാരിന്റെ മേശപ്പുറത്തുണ്ടായിരുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ്, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് സർക്കാർ പുറത്തുവിട്ടത്. അതും RTIയുടെ കമ്മീഷണറുടെ അടക്കം ഉത്തരവ് വന്നതിന് തൊട്ടു പിന്നാലെ സാംസ്കാരിക വകുപ്പ് പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഇതിൽ ഏകദേശം 11-ലധികം ഖണ്ഡികകൾ ഒഴിവാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വിവരാവകാശ കമ്മീഷണർ അറിയിച്ചിരുന്നത് വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങൾ പുറത്ത് കാണിക്കരുത്, അല്ലെങ്കിൽ അത് പുറത്തു വിടരുത്, അതൊഴികെയുള്ള മറ്റ് എല്ലാ ഖണ്ഡികകളും എല്ലാ പാരഗ്രാഫുകളും പുറത്തു വിടാമെന്നുള്ളതായിരുന്നു. പക്ഷേ സർക്കാർ ചില സ്വയം താല്പര്യങ്ങളുടെ പേരിൽ അതിലധികം പേജുകൾ ഒഴിവാക്കി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏകദേശം 120-ലധികം വരുന്ന പേജുകളിൽ 49 മുതൽ 53 വരെയുള്ള പേജുകൾ പൂർണ്ണമായും സർക്കാർ ഒഴിവാക്കുകയായിരുന്നു. ഇത് ഒഴിവാക്കിയതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അപേക്ഷകരായ, അല്ലെങ്കിൽ RTI നൽകിയിട്ടുള്ള അപേക്ഷകരായ മാധ്യമ പ്രവർത്തകർ വിവരാവകാശ കമ്മീഷണറെ വീണ്ടും സമീപിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹിയറിംഗ് നടത്തി. ഈ ഹിയറിംഗിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒഴിവാക്കിയ ഭാഗങ്ങൾ പുറത്തുവിടേണ്ടതായിട്ടുണ്ട് എന്നുള്ള സൂചനകൾ നൽകുന്നത്. അതിൽ ഔദ്യോഗികമായ തീരുമാനം എടുക്കേണ്ടത് വിവരാവകാശ കമ്മീഷനാണ്. സ്വാഭാവികമായും അതിന്റെ ഔദ്യോഗിക തീരുമാനമാണ് നാളെ വരാൻ പോകുന്നത്. ഇത് സംബന്ധിച്ച്, അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒഴിവാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ സർക്കാർ വെട്ടിച്ചുരുക്കിയ ആ ഭാഗങ്ങൾ പുറത്തു വിടണമോ അതോ വേണ്ടയോ എന്ന കാര്യത്തിൽ നാളെ അവിടെ ഒരു അന്തിമ തീരുമാനം വരും. അതായത് വിവരാവകാശ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഒരു കൃത്യമായ ഉത്തരവ് നാളെ വരുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നാളെ രാവിലെ 11 മണിയോടുകൂടി വിവരാവകാശ കമ്മീഷൻ ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കും. ആ ഉത്തരവിൽ ഇത്തരത്തിൽ ഒഴിവാക്കിയ ഭാഗങ്ങൾ പൂർണ്ണമായും പുറത്തു വിടാമെന്നുള്ളൊരു അംഗീകാരം അല്ലെങ്കിൽ അനുമതി RTI കമ്മീഷന് നൽകുകയാണെങ്കിൽ, അങ്ങനെയെങ്കിൽ ഈ 49 മുതൽ 53 വരെയുള്ള പേജുകൾ പൂർണ്ണമായും പുറത്തേക്ക് വരും. അതിൽ ചില നിർണായകമായിട്ടുള്ള വിവരങ്ങളുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പല ഇരകളും അവർക്ക് ഉണ്ടായ മോശം അനുഭവങ്ങൾ, ഒപ്പം തന്നെ സിനിമാ സെറ്റുകളിൽ ഉണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ അടക്കം പുറത്തു പറഞ്ഞുകൊണ്ടും പലരുടെയും പേരുകൾ വ്യക്തിപരമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ടും പുറത്തേക്ക് വരുന്നൊരു സാഹചര്യം, മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് പരാതി നൽകുകയും ഒപ്പം തന്നെ സ്പെഷ്യൽ ടീമിന്റെ മുൻപിൽ പരാതിയുമായി എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിലടക്കം നിരവധി നടന്മാർക്കെതിരെ കേസെടുത്ത് അന്വേഷണം തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഒഴിവാക്കിയ ഭാഗങ്ങൾ കൂടി ഇപ്പോൾ പുറത്തേക്ക് വരാനായി ഒരുങ്ങുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം, പല മുഖ്യ നടന്മാരുടെയും, അതായത് പ്രമുഖ നടന്മാരുടെ അടക്കം പേര് വിവരങ്ങൾ ഉള്ള, അല്ലെങ്കിൽ അവർക്കെതിരായിട്ടുള്ള ആരോപണങ്ങളുള്ള പേജുകളാണ് ഈ പൂഴ്ത്തി വെച്ചിരുന്നത് എന്നുള്ളതാണ്. ആ പൂഴ്ത്തിയ പേജുകളാണ് നാളെ പുറത്തേക്ക് വരുന്നത്. അങ്ങനെ RTI കമ്മീഷൻ നാളെ ഇത് പുറത്തേക്ക് വിടാം, അല്ലെങ്കിൽ അത് അപേക്ഷകർക്ക് നൽകാം എന്ന രീതിയിൽ അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കുകയാണെങ്കിൽ ഈ പേജുകൾ പുറത്തുവിടും. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ഈ മറന്നേക്ക് പുറത്തേക്ക് പല വിവരങ്ങളും പുറത്തു വരും എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. എന്ത് താല്പര്യത്തിന്റെ പേരിലാണ് സർക്കാർ ഇത്തരത്തിലുള്ള പേജുകൾ ഒഴിവാക്കി വെച്ചത് എന്നുള്ളൊരു ചോദ്യം വളരെ ദിവസങ്ങളായി ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏകദേശം റിപ്പോർട്ട് സർക്കാരിന്റെ മുൻപിലെത്തി 5 വർഷമായി ആ റിപ്പോർട്ട് പുറത്തുവിടാതെ പിടിച്ചു വെച്ചൊരു സാഹചര്യം. അതിനുശേഷമാണ് റിപ്പോർട്ടിന്റെ ചില ഭാഗങ്ങൾ പുറത്തുവിട്ടത്. അതിലും ഏറെ നിർണായകമായിട്ടുള്ള ഭാഗങ്ങൾ പുറത്തുവിടണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഔദ്യോഗികമായ ഉത്തരവാണ് നാളെ രാവിലെ വരുന്നത്. നാളെ വരികയാണെങ്കിൽ, പുറത്തുവിടാമെന്നുള്ള അനുമതി നൽകുകയാണെങ്കിൽ സാംസ്കാരിക വകുപ്പ് വൈകിട്ടോടുകൂടി ഈ റിപ്പോർട്ട് പുറത്തുവിടും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിഷ്ണു, ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.